ഇതിനിടയ്ക്ക് മോൻ എവിടെ പോയിരുന്നു? ആ അതമ്മേ, ഞാൻ ജഗനങ്ങളുടെ അടുത്തൊന്ന് പോയതാ. അമ്മേ, നമ്മള് തോറ്റുപോയല്ലോ അമ്മേ. ഇതൊരു തോൽവിയായിട്ടൊന്നും കരുതണ്ട മോളെ. നിന്റെ അച്ഛൻ ചെന്ന് പെടുവല്ലേ അവള് വിരിച്ചിടുന്ന വലയില്. പ്രതാപേട്ടൻ സത്യത്തിൽ ഇത്രയ്ക്ക് മണ്ടനാണോ? ഇനിയും ആ സ്ത്രീയെ മനസ്സിലാക്കാത്തത് എന്താ? ഇങ്ങനെയുണ്ടോ ഒരു ആങ്ങളെയും പെങ്ങളും സ്നേഹം? അവള് പെറ്റമ്മ ചമഞ്ഞ് മയക്കി എടുത്തിരിക്കല്ലേ പ്രതാപേട്ടനെ. അവസരം കിട്ടിയ അവരച്ഛനെ കൊന്നുകളയും. അവരുടെ കൈകളിൽ നിന്ന് എങ്ങനെയും അച്ഛനെ രക്ഷിക്കാനാ നമ്മൾ നോക്കുന്നത്. പക്ഷെ അച്ഛൻ പഴയതിനേക്കാളും ഇരട്ടിയായി അവരുടെ ചതിക്കുഴിയിൽ വീഴുക. ഈ പ്രസ്ഥാനം അവളുടെ കയ്യിലാ, അവളത് വിഴുങ്ങും. കൊണ്ടുപോയി തിന്നട്ടെ യാമിനി. ഏട്ടത്തി, ഇത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട കാശല്ലേ? ഇത് മുഴുവൻ അവളുടെ കയ്യിലായില്ലേ? ആ സംയുക്ത അവളുടെ ആളാ. അവള് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും. ഈ സംയുക്ത ഇവരും തമ്മില് എന്തോ ഒരു രഹസ്യ ഇടപാടുണ്ട്. ആ സ്ത്രീയെ ഇവര് പെടുത്തിയതായിരിക്കും. ഹോ, ഇവളുടെ അവസാനം എന്നായിരിക്കും? വല്യമ്മായിയെ വല്യമ്മാവൻ തല്ലുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? വെറുതെ കണ്ടു നിൽക്കാനല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് നിന്റെ സഹായം വല്ലതും ഞങ്ങൾ ചോദിച്ചോ? മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ റതികേ. ദേ കുട്ടി, ഒരു കാര്യം പറയാം. കുട്ടി എങ്ങനെയുള്ളവളാണെന്നോ എന്ത് സ്വഭാവക്കാരിയാണെന്നോ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇനി മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെയാണെങ്കിലും അത് വേണ്ട. ഇനി ഇതിന്റെ പേരില് നിന്റെ അമ്മായിയമ്മയായിട്ടും ഭർത്താവുമായിട്ടും അടികൂടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിന്റെ അമ്മായിമ്മ ആരാണെന്ന് നീ കണ്ടില്ലേ? അവരൊരു മനുഷ്യസ്ത്രീയൊന്നല്ല. നീയും സൂക്ഷിച്ചോ. എന്റെ അടുത്ത് അവരുടെ വേല ഒന്നും ചെലവാവത്തില്ല. ചെറിയമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് ഈ സേവ കൂടാനൊന്നും വരണ്ട. ഇതിനിടയ്ക്ക് മോൻ എവിടെ പോയിരുന്നു? ആ അതമ്മേ, ഞാൻ ജഗനങ്ങളുടെ അടുത്തൊന്ന് പോയതാ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ അറിഞ്ഞു. ഇത് ഋതുവിന്റെ വാശിയും മുൻകോപവും കാര്യങ്ങളും ഇവിടം വരെ എത്തിച്ചതാ. ഇതിപ്പോ കുളങ്കലയ്ക്ക് പരുന്തിന് കൊടുത്തതുപോലെ ആയില്ലേ? അംബിക പരുന്തല്ല, കഴുകനാ. അപ്പോ ഞാനാണ് ഇതിന് ഉത്തരവാദി എന്നാണോ രാജു പറയുന്നത്? നീ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. പക്ഷെ എടുത്തുചാട്ടത്തിലൂടെ അല്ല ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടത്. ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്ക് വേണ്ട. ഇത് വഴക്കല്ലമ്മേ. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഈ കുറ്റപ്പെടുത്തലിന്റെ അർത്ഥം. ഋതു, സർ. രാജു കയറിയോ? സർ, ഇവിടെ അല്പം മുമ്പ് ഒട്ടും സുഖകരമല്ലാത്ത ഒരു കാര്യമുണ്ടായി. ഞാൻ അറിഞ്ഞു സാറേ. നീ എന്നോട് ക്ഷമിക്കണം. സാറെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അതല്ലടാ, ഞാൻ വേട്ടോണ്ടിനോട് മോശമായിട്ട് പെരുമാറി. പറയാൻ പറ്റാത്തൊക്കെ പറഞ്ഞുപോയി. എന്റെ കൺട്രോൾ പോയ സമയമായിരുന്നത്. എനിക്കിനി കുറെ ദിവസത്തേക്ക് ഉറക്കവും നഷ്ടപ്പെടും. അരുതാത്തായിരുന്നു.
പറ്റിപ്പോയി. അച്ഛനും സാറും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. സാരമില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർത്താൽ മതി. അത് എന്നാലും ഒരെന്നാലും ഇല്ല. സാർ ഇങ്ങനെ വിഷമിക്കണ്ട. എനിക്കിതില് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എൻ്റെ അച്ഛനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ തന്നെ ഞാൻ സാറിനെയും സ്നേഹിക്കുന്നുണ്ട്. രണ്ടുപേരും എനിക്ക് ഒരുപോലെ ദൈവതുല്യരാ. അമ്മ ഇതെന്താ വഴിക്കണ്ണുമായിട്ട് നിൽക്കുന്നെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എടി, നിന്റെ അച്ഛൻ പോയിട്ട് കണ്ടില്ല, അതാ ഞാൻ നോക്കി നിന്നെ. ഹ, അത് ശരി. അമ്മ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എങ്ങനെയൊക്കെ തന്നെ? അച്ഛനെ കൊച്ചു കുഞ്ഞൊന്നും അല്ല, പോയിട്ട് വഴിയൊക്കെ തെറ്റി കറങ്ങി നടക്കാൻ. ജേട്ടനൊക്കെ ഏത് വഴി പോയാലും ഞാൻ ഇങ്ങനെയൊന്നും കാത്തു നിൽക്കാറില്ല. മതിയടി കളിയാക്കിയത്. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദേ അച്ഛൻ, അമ്മയ്ക്ക് വല്ല ദിവ്യശക്തി ഉണ്ടോ? അല്ല, അമ്മയുടെ പ്രാർത്ഥന കേട്ട ഉടനെ തന്നെ ദൈവം അച്ഛനെ ഇങ്ങോട്ട് അയച്ചല്ലോ. നിനക്കിപ്പോ മെക്കെട്ട് കയറാൻ നിന്റെ അമ്മായിമ്മ ഇവിടെ ഇല്ല. അതിപ്പോ എന്റെ നേർക്കാ. കേറി പോടി അകത്ത്. എന്താ വേണുവേട്ടാ മുഖം വല്ലാതിരിക്കുന്നെ? വർമ്മസാറിനെ കാണാൻ പോയിട്ട് എന്തായി? പോണ്ടായിരുന്നു ഇപ്പൊ തോന്നുക. അതെന്ത് പറ്റി? വേണുവേട്ട കാര്യം പറയേ. ഇതൊന്നും നിന്നെ അറിയിക്കണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാ ഞാൻ ഈ പടിയേറി വന്നത്. എന്റെ മനസ്സിലുള്ളത് എന്റെ മുഖത്ത് വരും. അതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നടന്ന് എന്താണെന്ന് വെച്ചാ പറയേ. വർമ്മ സാർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. വേണുവേട്ടാ എന്തോ ഉണ്ടായെന്ന് വിശദമായിട്ട് പറയേ. തന്നെ ആരാ വിളിച്ചത്? ഇവിടെ ഒന്ന് അഭിപ്രായം പറയാൻ. താൻ ആരാ? ഇതെന്റെ വീടാ. ഇവിടെ കയറി വരുന്നതിന് എന്റെ പെർമിഷൻ വേണം. ഇറങ്ങി പോടോ. വേണുവേട്ടാ, മനുഷ്യര് പലരും അങ്ങനെ അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കും. വേണുവേട്ടാ വാ, നമുക്ക് അകത്തേക്ക് പോവാം. ആ, ശ്രീമോള് വന്നല്ലോ.